ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തു. അപ്പോൾ സെയിം മോഡൽ നമ്മൾ ഒത്തിരി സ്റ്റിച്ച് ചെയ്ത് നോക്കി, അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എവിടെയൊക്കെ സംശയം വരാം എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ലാസ്റ്റ് ബ്ലാക്ക് നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വീഡിയോ ആക്കിയിരിക്കുന്നത്. അത് കൂടാതെ നമ്മൾ സെയിലിന് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നൈറ്റികൾ കൂടിയാണ് കേട്ടോ. എല്ലാം തന്നെ ബാക്ക് വശം ചുരിദാർ കട്ടിംഗ് ആയിട്ട് പ്ലെയിൻ വന്നിട്ട് ഫ്രണ്ടിൽ മാത്രം വളരെ കുറച്ച് പ്ലീറ്റ്സ് ഉള്ള മീഡിയം സൈസിൻ്റെ മോഡലുകളാണ് കേട്ടോ. ഇത് നമ്മൾ ആ യോക്ക് പോർഷനിൽ മാത്രം ലൈനിങ്ങും സ്പോഞ്ചും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് നൈറ്റിയിലേക്ക് വന്നപ്പോൾ കറക്റ്റായിട്ടുള്ള അളവും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നിലവിലുള്ള നൈറ്റിയുടെ മോഡലുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ ആദ്യം കാണിച്ചു തന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ ടെറസിൻ്റെ മുകളിൽ തൽക്കാലം ആസ്ബറ്റോസിൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന സ്റ്റിച്ചിങ് റൂമാണ്. അപ്പോൾ ഈ റൂം സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഒരു 2-3 വർഷമായിട്ട് തന്നെ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഒരു 2 മാസം കൂടുമ്പോൾ ഒരു റീലൊക്കെ ഇട്ട് അങ്ങനെ അങ്ങോട്ട് പോവുമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ആക്റ്റീവ് ആവാൻ പോവുകയാണ്. പേപ്പറിൻ്റെ കട്ടിങ് എടുക്കുന്നതിന് ആ മോഡൽ പാറ്റേൺ കൃത്യമായിട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്ന ഷീറ്റാണ് കേട്ടോ ഇത്. ഈ ഒരു ഷീറ്റിന് 20 രൂപയാണ് എനിക്ക് ആയിരിക്കുന്നത്. അപ്പോൾ അതുകൂടാതെ ഈ നൈറ്റിയുടെ യോക്ക് പോർഷനിൽ വയ്ക്കുന്ന സ്പോഞ്ച് ഇതെല്ലാം നമ്മൾ എറണാകുളം ബ്രോഡ്വേ എന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഇനി പോകുമ്പോൾ ആ ഷോപ്പിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കൂടി എടുത്തിട്ട് ഞാൻ ഇടാം കേട്ടോ. ഇപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അതുകൂടി ആ കറക്റ്റ് ലൊക്കേഷനൊക്കെ ആവശ്യം വരുമല്ലോ എന്ന്. അപ്പോൾ ഇതുപോലെ ഒരു മാർക്കർ പേന കൊണ്ടാണ് ഞാനിതെല്ലാം മാർക്ക് ചെയ്തു. ജസ്റ്റ് ഈ ഒരു മോഡലിൻ്റെ മാത്രം കട്ടിങ് എടുത്തു. ഇനിയും കുറേ മോഡലുകളൊക്കെ ഇങ്ങനെ പേപ്പർ കട്ടിങ് എടുത്ത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഓണമൊക്കെ വരുവാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കട്ടർ വാങ്ങിയെങ്കിലും പറ്റിയില്ല. നമ്മുടെ ഈ ഒരു സിസർ കൊണ്ടാണ് കേട്ടോ നല്ല എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.